ആ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടമാണ്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും, അതിൽ യാതൊരു തർക്കവുമില്ല. കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കൂടെ നിൽക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന CPIM-ന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണല്ലോ അദ്ദേഹം. അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു. അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത്. അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല. അതാണ് അതിൽ കാണേണ്ടത്. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ തൃപ്തിയായില്ലടാ. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ, മനസ്സ് നിറയിപ്പോ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അൻവറിനെ പറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ. ഇങ്ങനൊരു പത്രസമ്മേളനം അദ്ദേഹം ആദ്യം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനം കണ്ട ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഓഫീസിൽ പറയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയണം, ഇത് മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യല്ല വേണ്ടത്, എൻ്റെ അടുത്ത് വരാൻ പറയൂന്ന് പറഞ്ഞു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട CM ആ കാര്യം ഒന്നും കൂടി പുനഃപരിശോധിക്കണമെന്നാണ് എൻ്റെ എളിയ സ്നേഹത്തോടു കൂടിയുള്ള അഭ്യർത്ഥന. പോലീസ് കൊടുത്തൊരു റിപ്പോർട്ടിനെ വിശ്വസിച്ചാണ് പാവം മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തുമാത്രം അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും. അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളടക്കം പരസ്യമായിട്ട് വരുന്നു, ചാനലുകളിൽ വരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അൻവർ മാറുന്നോ? നിങ്ങളാരെങ്കിലും കാണിക്കും അങ്ങനെ? നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ സാധാരണ ഗതിയിൽ പൊതുപ്രവർത്തകൻ? അടിസ്ഥാനപരമായിട്ട് ഈ സമൂഹത്തെ എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഏക സംഗതി എന്താണ്? ഈ ഫോൺ റെക്കോർഡിംഗ് ആണ്. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം പറയാനുള്ളത്, ഞാനത് ചെയ്തത് തെറ്റാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ഉപയോഗപ്പെടുത്തിയത് ഈ സമൂഹത്തിൻ്റെ നന്മക്കും ഈ സമൂഹത്തെ സീരിയസ് ആയി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് ഒരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഇങ്ങനെയുണ്ടോ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കല്? എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. എന്താ സംശയം? അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട CM പറയുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. എനിക്ക് ആ വിശ്വാസം തീരെയില്ല. ഞാൻ എൻ്റെ വീട്ടിലെ ഒരു അട്ടിക്കാരിയായിട്ടല്ലേ ശശിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഞാൻ ശശിയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ നാടിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട, സാമൂഹികവുമായി ബന്ധപ്പെട്ട, പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഞാൻ ഇനിയിപ്പോൾ ഇതിന്ന് ഈ പറഞ്ഞ പോലെ ഇവരുടെ ചവിട്ടി പുറത്തേക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ഈ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർക്ക് എന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ എൻ്റെ മാർഗം നോക്കും. അതുവരെ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ പോരാടും. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. ഞാൻ പറഞ്ഞല്ലോ, ആർക്കും വേണ്ടി പോയതല്ലത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി പോകേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ. എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടു. ആകെ 5 മിനിറ്റാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത്. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ. പോവാൻ മോനെ.